മനോഹരമായ ഈ ഭൂമിയിൽ മനുഷ്യജന്മമായി ജീവിക്കുവാൻ കഴിയുക എന്ന് പറയുന്നത് തികച്ചും സൗഭാഗ്യം തന്നെയാണ്. ആ സൗഭാഗ്യത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് നമ്മളിലൂടെ കടന്നു പോകുന്ന ഓരോ ജന്മദിനവും. അനുഗ്രഹീതമായ വളരെ സന്തോഷം നിറഞ്ഞ മറ്റൊരു ജന്മദിനത്തിൻ്റെ നിർവൃതിയിലാണ് ഞാനിന്ന്. ഇന്നലെ രാത്രി 1 മണി മുതൽക്ക് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരുടെ സ്നേഹാശംസകളെല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ട് ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. വാസ്തവത്തിൽ ജനന തീയതി വെച്ച് നോക്കുകയാണെങ്കിൽ എൻ്റെ പിറന്നാൾ ഡിസംബർ മാസം 2-ാം തീയതിയാണ് വരുന്നത്. എന്നാൽ എല്ലാ വർഷവും എൻ്റെ ജന്മനക്ഷത്രം നോക്കി വൃശ്ചിക മാസത്തിലാണ് എൻ്റെ പിറന്നാൾ ഞാൻ ആഘോഷിക്കുന്നത്. അത് ഞാൻ ഒരുപാട് ജ്യോതിഷ വിശ്വാസി ആയതുകൊണ്ടൊന്നുമല്ല, മറിച്ച് എൻ്റെ അമ്മ അങ്ങനെയാണ് അത് ആഘോഷിച്ചിരുന്നത്. കുട്ടിക്കാലത്തെ സ്നേഹം നിറഞ്ഞ സന്തോഷം നിറഞ്ഞ അമ്മയോടൊപ്പം ഉണ്ടായിരുന്ന ആ നല്ല നിമിഷങ്ങൾ കൂടി ഓർമ്മിപ്പിക്കുകയാണ് എൻ്റെ ഓരോ ജന്മദിനവും എനിക്ക്. ഇന്ന് എൻ്റെ അമ്മ ജീവിച്ചിരിപ്പില്ല. എന്നാൽ ഒരു വ്യക്തി എങ്ങനെയാണ് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും തൻ്റെ മൂല്യങ്ങൾ കൈവിടാതെ ജീവിക്കേണ്ടതെന്ന് എന്നെ പഠിപ്പിച്ച, ജീവിതത്തിൻ്റെ മഹത്തായ പാഠങ്ങൾ എനിക്ക് ഉൾക്കൊണ്ടു തന്ന എൻ്റെ പ്രിയപ്പെട്ട അമ്മയോടുള്ള ഒരു ആദരവ് കൂടിയാണ്, ഒരു സ്നേഹ സമ്മാനം കൂടിയാണ് ഈ ജന്മനക്ഷത്രം നോക്കി ഞാൻ എടുക്കുന്ന ഈ പിറന്നാൾ ദിവസം. സന്തോഷം നിറഞ്ഞ ആത്മനിർവൃതി ഉൾക്കൊണ്ട ഈ നിമിഷത്തിലേക്ക് എന്നോടൊപ്പം പങ്കുചേരുവാനായി എൻ്റെ പ്രിയ സുഹൃത്തുക്കളെയെല്ലാം ഞാൻ ഹർഷിനിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ സ്ട്രെസ്സിനെ ഒരു പരിധിവരെ നമ്മളിൽ നിന്ന് അകറ്റി നിർത്തുവാനും ഇനി അഥവാ ഉണ്ടായാൽ എങ്ങനെ അത് തരണം ചെയ്തു പോകുവാനും വേണ്ടി 25 ടിപ്സുകളെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയുണ്ടായി. അതിൽ 15 എണ്ണത്തിനെ നമ്മൾ വിശകലനം ചെയ്തു. ബാക്കിയുള്ളത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സ്നേഹം നിറഞ്ഞ സന്തോഷം നിറഞ്ഞ നിമിഷത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞതുകൊണ്ട് തന്നെ 16ാമത്തെ പോയിന്റ് ആ സ്നേഹത്തെക്കുറിച്ച് തന്നെ നമുക്ക് പറയാം. സ്നേഹമെന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരോടും നമ്മുടെ ബന്ധുക്കളോടും നമ്മുടെ സുഹൃത്തുക്കളോടും ഒക്കെ തോന്നുന്ന ഒരു ഏറ്റവും മൃദുലമായ ഒരു വികാരമാണ്. എന്നാൽ ആ വികാരം എപ്പോഴും അൺകണ്ടീഷണൽ ആയിരിക്കുക. ഒരു വിധത്തിലുള്ള കണ്ടീഷൻസും നമ്മളതിൽ വയ്ക്കാതിരിക്കുക എന്നതാണ്. അൺകണ്ടീഷണൽ ആയിട്ടുള്ള നിബന്ധനകൾ ഏതുമില്ലാത്ത ഒരു സ്നേഹമാണ് നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവരോട് ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ അതിൽ വളരെ പ്രധാനപ്പെട്ട 3 തലങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 1, ട്രസ്റ്റ്, വിശ്വാസം. വളരെ പവിത്രമായ ഒരു വിശ്വാസം ആ ബന്ധത്തിൽ ഉടലെടുക്കുന്നു. 2ാമത്തെ തലം എന്ന് പറയുന്നത് അപ്രിഷ്യേറ്റ് ചെയ്യുക, പ്രശംസിക്കുക എന്നതാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഏതൊരു കുഞ്ഞു കാര്യത്തിനെയും ഒരു 0.1% ഉള്ള ഒരു കാര്യം തന്നെ ആയിക്കോട്ടെ, നമ്മൾ അതിനെ എല്ലാ നെഗറ്റീവ്സും മറന്നുകൊണ്ട് അതിനെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യും. 3ാമത്തെ തലം എന്ന് പറയുന്നത് അവരിൽ ഉണ്ടാകുന്ന തെറ്റുകുറ്റങ്ങളെല്ലാം തന്നെയും നമ്മൾ ക്ഷമിക്കുകയും ചെയ്യും. ഇനി നമ്മൾ അവരോട് കാണിക്കുന്ന അതേ സ്നേഹം അവർ നമുക്ക് തിരിച്ചു തന്നില്ല എന്ന് തന്നെ ഇരിക്കട്ടെ, നമുക്ക് യാതൊരു വിധത്തിലുള്ള ഒരു വെറുപ്പോ വിദ്വേഷമോ അവരോടുണ്ടാവുകയില്ല. ഹൃദയം തുറന്ന് നമുക്ക് അവരോട് ഫർഗീവ് ചെയ്യുവാൻ, അവരോട് നമുക്ക് ക്ഷമിക്കുവാൻ. ഫർഗീവ്നെസ്സിനെ കുറിച്ച് ഞാൻ വളരെ മനോഹരമായ ഒരു എപ്പിസോഡ് മുൻപ് ചെയ്തിട്ടുണ്ട്. ഫർഗീവ് ചെയ്യുവാൻ നമുക്ക് സാധിക്കും. ഇനി ഈ അൺകണ്ടീഷണൽ ലവ് മറ്റുള്ളവരോട് മാത്രമല്ല കേട്ടോ, നമുക്ക് നമ്മളോടും വേണം. വളരെ അൺകണ്ടീഷണൽ ആയിട്ട് തന്നെ, നിബന്ധനകൾ ഏതുമില്ലാതെ തന്നെ നമ്മൾ നമ്മളെയും സ്നേഹിക്കുക എന്നുള്ളതാണ്. ആ തലം പറയുമ്പോൾ എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയാനുള്ളത്, പലരും സ്ട്രെസ്സിന് അടിമപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് അവനവൻ്റെ രൂപത്തെ പറ്റിയുള്ള അപകർഷതാബോധമാണ്. സൗന്ദര്യം കുറഞ്ഞുപോയി, എൻ്റെ മൂക്കിന് നീളം കുറഞ്ഞുപോയി, കണ്ണിന് ഭംഗിയില്ല, ചുണ്ടിന് ഭംഗിയില്ല, എനിക്ക് നിറമില്ല, എനിക്ക് പൊക്കമില്ല എന്നൊക്കെ പറഞ്ഞ് സ്വന്തം രൂപത്തെ, പ്രകൃതി നമുക്ക് നൽകിയ അമൂല്യമായ ഈ രൂപത്തോട് നമ്മൾ ഒരു അപകർഷതാബോധം കൊണ്ടു നടക്കുന്നു.
അപ്പോൾ അതൊരിക്കലും അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവ് അല്ല നമ്മളോട് കാണിക്കുന്നത്. നമ്മളെ സ്നേഹിക്കുവാനായിട്ടാണ് ആദ്യം പഠിക്കേണ്ടത്. നമ്മുടെ രൂപത്തെ സ്നേഹിക്കുക. ഏത് രൂപമാണോ നമുക്ക് നൽകിയിട്ടുള്ളത്, കുറവുകൾ ഉണ്ടാവട്ടെ, അത് മറ്റുള്ളവരുടെ കണ്ണിലല്ലേ, നമ്മുടെ കണ്ണിൽ അത് ഒരിക്കലും കുറവുകളേ അല്ല. അതിനെ നമ്മൾ വിശ്വസിക്കുക, അപ്രിഷ്യേറ്റ് ചെയ്യുക. എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതിനെ നമ്മൾ ക്ഷമിക്കുക. ആദ്യം പറഞ്ഞ അതേ 3 തലം തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പോൾ സ്നേഹം അൺകണ്ടീഷണലായി തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക, മറ്റുള്ളവരോടായാലും നമ്മളോടായാലും. 17ാമത്തെ പോയിന്റ്, നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ മുന്നിലോട്ട് പോകുമ്പോൾ നിരവധി നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങളെയും വ്യക്തികളെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ചില വ്യക്തികളാവട്ടെ വളരെ നെഗറ്റീവായിട്ട് വളരെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളോ വാക്കുകളോ ഒക്കെ പറഞ്ഞായിരിക്കും നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്നത്, വേദനിപ്പിക്കുന്നത്, മുന്നിലോട്ട് പോകുവാൻ നമ്മളെ അനുവദിക്കാതിരിക്കുന്നത്. അവരെ നമ്മൾ ഇഗ്നോർ ചെയ്യുക എന്നുള്ളതാണ്, അവഗണിക്കുക എന്നതാണ്. തികച്ചും അവഗണന അർഹിക്കുന്ന ആൾക്കാരെയും സംഭവങ്ങളെയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തീർച്ചയായും അവഗണിക്കുക തന്നെ വേണം. അവർ കാണിച്ച അല്ലെങ്കിൽ അവർ പറഞ്ഞ ആ കാര്യങ്ങളെ എടുത്തുകൊണ്ട് അതിനെ മുൻനിർത്തിക്കൊണ്ട് നമ്മളെ ജഡ്ജ് ചെയ്യുവാനായിട്ട് ഒരിക്കലും നമ്മൾ മുതിരാൻ പാടില്ല. നമ്മളെ മാത്രമല്ല, അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ട് മറ്റുള്ളവരെയും നമ്മൾ ജഡ്ജ് ചെയ്യുവാനായിട്ട് പാടില്ല. അത് തീർച്ചയായിട്ടും നമുക്ക് സ്ട്രെസ് നൽകുന്നത് തന്നെയാണ്. ഒരു കാര്യം മനസ്സിലാക്കൂ, ഇത്തരം ആൾക്കാർ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോകുമ്പോൾ, അതായത് റോങ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ അവഗണിച്ച് കളയുമ്പോൾ, ഒരിക്കലും ചൂസ് ചെയ്യാൻ പാടില്ലാത്തവരായിരുന്നു ഇവർ നമ്മുടെ ജീവിതത്തിൽ, അവരെ അവഗണിച്ച് കളയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പുതിയ മാറ്റങ്ങൾ, പുതിയ സന്തോഷങ്ങളാണ് വരുവാനായിട്ട് തുടങ്ങുന്നത്. യഥാർത്ഥത്തിൽ നമ്മളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മളിൽ കാണുന്ന ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള ഒരു പോയിന്റിനെ പോലും അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ട്, നമ്മളെ ഏത് പ്രതിസന്ധിയിലും വിടാതെ കൈപിടിച്ചുകൊണ്ട്, എത്ര തെറ്റുകൾ നമ്മളിലോട്ട് കണ്ടെന്നിരിക്കട്ടെ, നമ്മളോടൊപ്പം ഒരു നിഴലായി നമ്മളോടൊപ്പം യാത്ര ചെയ്യും. അങ്ങനെ അല്ലാത്ത ആൾക്കാരെ തീർച്ചയായും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അവഗണിക്കുക. അവരോട് നമ്മൾ ക്ഷമ കാണിക്കുക തന്നെ വേണം, ക്ഷമിക്കുക തന്നെ വേണം. ഗ്രഡ്ജ് പാടില്ല, ഒരു വിധത്തിലുള്ള വെറുപ്പും നമുക്ക് പാടില്ല. ജസ്റ്റ് ഇഗ്നോർ ചെയ്യുക, അത് മാത്രം നമ്മൾ ചെയ്യുക. ഇനി 18ാമത്തെ പോയിന്റ്, മനോഹരമായ സ്വപ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ദൈവീകമായ സ്വപ്നങ്ങൾ. കാരണം സ്വപ്നങ്ങൾ എപ്പോഴും നമ്മളെ മുന്നിലോട്ട് കൊണ്ടുപോകാൻ നയിക്കുന്ന ഒരു വലിയ പ്രേരക ശക്തി തന്നെയാണത്. ഒരു ഊർജ സ്രോതസ് തന്നെയാണ് നമ്മുടെ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ സ്വപ്നങ്ങൾ മാത്രം പോരാ കേട്ടോ. കലാം സാർ പറഞ്ഞിട്ടുണ്ട്, ആകാശത്തോളം നമ്മൾ സ്വപ്നം കാണുക, കുന്നോളം നമുക്ക് കയ്യിൽ കിട്ടും. എപ്പോൾ? നമ്മുടെ ഉറക്കത്തെ നശിപ്പിക്കുന്ന സ്വപ്നമാകുമ്പോൾ മാത്രം. അതിനർത്ഥം എന്താണ്? കഠിന പ്രയത്നം, ഹാർഡ് വർക്ക് നമ്മളിൽ വേണം എന്നതാണ്. ഏത് സ്വപ്നം നിങ്ങൾ സെറ്റ് ചെയ്താലും കഠിന പ്രയത്നവും ക്ഷമയും നിങ്ങൾക്ക് ആവശ്യമാണ്. കഠിനമായി നിങ്ങൾ പ്രയത്നം ചെയ്യുമ്പോൾ വിജയത്തോട് നിങ്ങൾ അടുത്തുകൊണ്ടേയിരിക്കുകയാണ്. പരാജയം എന്ന സ്ട്രെസ് എന്താണ്? നിങ്ങളിൽ നിന്ന് മാറുകയാണ്. പക്ഷെ അവിടെ ക്ഷമ കൂടെ വേണം. കഠിനമായി പ്രയത്നം ചെയ്തിട്ട് ഇപ്പം തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടണമെന്നും നമുക്കില്ല. എന്നാൽ ഒരു ബാങ്ക് ഡെപ്പോസിറ്റ് പോലെയാണ് നമ്മൾ ചെയ്യുന്ന ഏത് പ്രയത്നവും. വേണ്ട സമയത്ത് കൃത്യമായ പലിശയും കൂട്ടുപലിശയോടും കൂടി തന്നെ നമ്മളിലേക്ക് അത് തിരിച്ചെത്തും. ഉജ്ജ്വലമായ വിജയം നമ്മുടെ ജീവിതത്തിൽ അത് കൊണ്ടെത്തിച്ച് തരിക തന്നെ ചെയ്യും. ഏതു തരം സ്വപ്നങ്ങൾ വേണമെങ്കിലും നിങ്ങൾ സെറ്റ് ചെയ്തോളൂ. പക്ഷേ ലൈഫിൽ കഠിന പ്രയത്നവും ക്ഷമയും നമുക്ക് ആവശ്യമാണ്. 19ാമത്തെ പോയിന്റ്, സൈലൻസ് ആൻഡ് സ്മൈൽ പ്രാക്ടീസ് ചെയ്യുക. സ്മൈൽ, പുഞ്ചിരി, അത് പ്രാക്ടീസ് ചെയ്താൽ നിരവധി പ്രോബ്ലംസിനെ നമുക്ക് സോൾവ് ചെയ്യുവാനായിട്ട് സാധിക്കും. അതുമൂലമുണ്ടാകുന്ന നിരവധി സ്ട്രെസ്സിനെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മാറ്റുവാനും സാധിക്കും. സൈലൻസ് പ്രാക്ടീസ് ചെയ്താലോ നിരവധി പ്രോബ്ലംസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവോയ്ഡ് ചെയ്യുവാനായിട്ട് സാധിക്കും. അതുമൂലമുണ്ടാകുന്ന പല സ്ട്രെസ്സിനെ നമുക്ക് അവോയ്ഡ് ചെയ്ത് കളയുവാനായിട്ട് നമുക്ക് സാധിക്കും. 20ാമത്തെ പോയിന്റ്, ഇൻഡിപെൻഡൻ്റ് ആവുക എന്നതാണ്.
എത്രമാത്രം നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുള്ളവരാകുവാൻ സാധിക്കുന്നു. അതായത് മറ്റുള്ളവരെ ആശ്രയിക്കാതെ നിങ്ങളുടെ കാര്യങ്ങൾ എത്രമാത്രം നിങ്ങൾക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുന്നു. അത് നിങ്ങളുടെ ജീവിതത്തിലെ വലിയ വിജയങ്ങൾ, ഒരുപാട് സ്ട്രെസ്സിനെ നിങ്ങൾക്ക് ഇല്ലാതാക്കി തരും. കാരണം നിങ്ങൾ എല്ലാ കാര്യത്തിനും മറ്റുള്ളവരെ ആശ്രയിക്കുന്നു എന്ന് വയ്ക്കും. ഒരു പക്ഷേ പെട്ടെന്ന് അവർ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതാകുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിക്ക് അവർ മാറിപ്പോകുന്നു, നിങ്ങൾക്ക് മുന്നിലോട്ട് പോകുവാൻ സാധിക്കാത്ത ഒരു അവസരം ഉണ്ടാകുന്നു. അപ്പോൾ ഒരു ബ്ലോക്ക് ഉണ്ടാകുന്നു. അതുവഴി നിങ്ങൾക്ക് എന്താണ്, പല വിധത്തിലുള്ള സ്ട്രെസ് നിങ്ങൾക്ക് ഉണ്ടാവുകയാണ്. അപ്പം അത്തരം സ്ട്രെസ്സിനെ നമുക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടി എന്താണ്, നമ്മൾ മാക്സിമം നമ്മൾ തന്നെ ഇൻഡിപെൻഡൻ്റ് ആവാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. 21ാമത്തെ പോയിന്റ്, ഹ്യൂമർ സെൻസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ജീവിതത്തിലെ വേദനകൾ നിറഞ്ഞ സിറ്റുവേഷനിൽ ഹ്യൂമർ സെൻസ് എത്രമാത്രം നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുമോ, ഹ്യൂമർ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുമോ, അത്രയും നിങ്ങൾക്കത് സ്ട്രെസ്സ് കുറച്ചായിരിക്കും നിങ്ങൾക്ക് നൽകുന്നത്. 22ാമത്തെ പോയിന്റ്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗതി നിയന്ത്രിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. അതിൻ്റെ ഡ്രൈവർ നിങ്ങൾ തന്നെയാണ് ഈ യാത്രയിൽ. മറ്റൊരാളെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പങ്കായം ഏൽപ്പിക്കാതിരിക്കുക. നിങ്ങളിരിക്കുന്ന ഡ്രൈവറുടെ സീറ്റിൽ മറ്റൊരാളെ പിടിച്ചിരുത്തുകയാണെങ്കിൽ ചിലപ്പോൾ അത് ദിക്കറിയാതെ ആ വണ്ടി അങ്ങ് പോയെന്നിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ശത്രുവും മിത്രവും ആര് തന്നെയാണ്, നിങ്ങൾ തന്നെയാണ്. ജീവിതത്തിൽ ഏത് നന്മ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മിത്രമായി തീരുക. തിന്മയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ ശത്രുവായിട്ട് മാറുക എന്നുള്ളതാണ്. 23ാമത്തെ പോയിന്റ്, നിങ്ങളുടെ പരാജയങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതിരിക്കുക. നമ്മുടെ പരാജയങ്ങൾക്ക് നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുവാനായിട്ട് തുടങ്ങുകയാണെങ്കിൽ ഒരിക്കലും ഈ ജീവിതത്തിലെ ശാന്തി സമാധാനവും നമുക്ക് കിട്ടുകയില്ല. എപ്പോഴും നമ്മൾ മറ്റൊരാളുടെ തലയിലായിരിക്കും നമ്മുടെ എല്ലാ പഴിയും കൊണ്ട് വച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും അതിൽ നിന്നൊരു മോചനവുമില്ല. നമ്മുടെ ജീവിതത്തിന് ഒരു സക്സസ്സും നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുകയില്ല. 24, കഴിയുന്നത്ര അറിവുകൾ നേടുക എന്നതാണ്. എത്രമാത്രം നിങ്ങൾക്ക് അറിവുകൾ, പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് നേടുവാൻ സാധിക്കും, അത്രയും നിങ്ങൾ നേടുവാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. എപ്പോഴും ക്രിയേറ്റീവായിട്ടിരിക്കുക എന്നുള്ളതാണ്. ഒരു ദിവസത്തിൻ്റെ 24 മണിക്കൂറേയും വളരെ ക്രിയേറ്റീവായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കുവാനായിട്ട് സാധിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് നേടുവാനായിട്ട് സാധിക്കും. നിരവധി കാര്യങ്ങൾ, നിരവധി വിജയങ്ങൾ, സന്തോഷങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ബന്ധുമിത്രാദികളോടുള്ള സ്നേഹം പങ്കിടുവാൻ നിങ്ങൾക്ക് സാധിക്കും. പുതിയ പുതിയ നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും. എന്നാൽ 24 മണിക്കൂർ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് പകരം 56 മണിക്കൂർ ചെയ്യേണ്ട കാര്യങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ ഷെഡ്യൂൾ ചെയ്യാതിരിക്കുക. ഓവർ ഷെഡ്യൂളിങ് ലൈഫിൽ നല്ലതല്ല. ഓവറായിട്ട് കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്യുമ്പോൾ നമ്മുടെ കഴിവിനും അപ്പുറത്തേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. അത് നമുക്ക് ചെയ്തു തീർക്കാൻ സാധിക്കാതെ പോകുന്നു. അവിടെ നമുക്ക് എന്ത് ചെയ്യുന്നു, പരാജയം ഉണ്ടാകുന്നു. അതുവഴി ഉണ്ടാകുന്ന സ്ട്രെസ് നമുക്ക് കൂടുതലായിട്ട് വരികയും ചെയ്യുന്നു. ഇനി ഏറ്റവും അവസാനത്തതും ഏറ്റവും മഹനീയവുമായ ഒരു പോയിന്റാണ്, 25ാമത്തെ പോയിന്റാണ്, ഈ പ്രസന്റ് മൊമെന്റ് നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ്. ഈ മൊമെന്റ്, ഈ നിമിഷം, ഇതാണ് നമുക്ക് ഏറ്റവും പ്രധാനം. ഈ നിമിഷത്തെ അറിഞ്ഞുകൊണ്ട്, ഈ നിമിഷത്തെ ഉൾക്കൊണ്ടുകൊണ്ട്, ഇതിലെ സന്തോഷത്തെ നമ്മൾ മാക്സിമം നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ എടുത്തുകൊണ്ട് ഈ നിമിഷത്തിന് വേണ്ടി നമ്മൾ ജീവിക്കുക. ഫ്യൂച്ചറിൻ്റെ വലിയ വ്യാകുലതകളൊന്നും നമ്മൾ ഉൾക്കൊള്ളേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ടതൊക്കെ വേണ്ട സമയത്ത് കൃത്യമായി നൽകുവാൻ ഈ പ്രകൃതിക്ക് അറിയാം. അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കുക മാത്രം ചെയ്താൽ മതി. അപ്പോൾ വലിയ ചിന്തകളും വലിയ പരാധീനതകളും ഫ്യൂച്ചറിനെ പറ്റി ആലോചിച്ചുകൊണ്ട്, ഒരുപാട് വേദനകളൊക്കെ നമ്മൾ ഫ്യൂച്ചറിനെ പറ്റി ഉൾക്കൊണ്ടുകൊണ്ട് ഈ മനോഹരമായ ഈ നിമിഷത്തെ നമ്മൾ നശിപ്പിക്കാതിരിക്കുക എന്നതാണ്. ഇങ്ങനെ വളരെ ക്രിയേറ്റീവായിട്ടുള്ള മനോഹരമായ 25 ടിപ്സുകൾ നമ്മൾ നമ്മുടെ ലൈഫിൽ പാലിക്കുകയാണെങ്കിൽ ഒരു നല്ല പരിധി വരെ നമുക്ക് സ്ട്രെസ്സിനെ നമുക്ക് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുവാൻ സാധിക്കും. നേരത്തെ പറഞ്ഞ പോലെ സ്ട്രെസ് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കുകയില്ല, തീർച്ചയായിട്ടും വരിക തന്നെ ചെയ്യും. എന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ 90% നമ്മൾ എങ്ങനെയാണോ പരിസ്ഥിതികളോട് നമ്മൾ
റിയാക്റ്റ് ചെയ്യുന്നത്, നമ്മുടെ ചുറ്റുപാടുകളോട് നമ്മൾ റിയാക്റ്റ് ചെയ്യുന്നത്, അതിനനുസരിച്ചിരിക്കുന്നു നമ്മളിലുണ്ടാകുന്ന സ്ട്രെസ്സിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ. എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്കെല്ലാം എന്നോടൊപ്പം പങ്കുചേർന്നതിന് ഒരുപാട് നന്ദി. ഒരുപാട് സ്നേഹത്തോടു കൂടി ഞാൻ വിടവാകുന്നു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ഒരുപാട് സന്തോഷം, സ്നേഹം.